Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. മഞ്ഞുകാലം, വേനൽക്കാലം, മഴക്കാലം, ഓരോ കാലത്തിനനുസരിച്ചും തികച്ച പ്രകൃതിക്ക് പലതരം മാറ്റങ്ങൾ. ദൈവമുണ്ട് എന്നതിന് ഇത്തരം മാറ്റങ്ങൾ തന്നെ ഉത്തമ തെളിവുകളല്ലേ? അത് തന്നെ ധാരാളം. അതിലും ഉത്തമമായ മറ്റൊരു തെളിവുണ്ട്. അതെന്തോന്നാ ജോപ്പ? എനിക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റം കിട്ടി. അതും ഒരു വല്ലാത്ത മാറ്റമല്ലേ? ദൈവം ഉണ്ടെന്നതിന് ഇതിൽ പരം തെളിവ് വേണോ? എന്തൊരു ബുദ്ധി, എന്തൊരു ചിന്ത, അനന്തം, അപാരം. നല്ല മഴ. സ്കൂള് വിടുവോ? സ്കൂള് തുറന്നിട്ടില്ല, അതിനു മുന്നേ സ്കൂള് വിടണോ? ചുമ്മാ പറഞ്ഞതാ. മഴ പെയ്യുമ്പോ എന്റെ ബുദ്ധിക്ക് നല്ല തെളിച്ചാ. ആദ്യത്തെ ക്ലാസ് ഞാൻ കസറും. സർവമംഗളം ഭവന്തു. ഈ പുതിയ അധ്യയന വർഷത്തിൽ പുതിയൊരാള് കൂടെ നമ്മുടെ കൂടെ ചേർന്നു. ഈ കുട്ടിയുടെ പേര് ലോറൻസ് ലൂക്ക്. ലോലു എന്ന് ചുരുക്കപ്പേര്. എല്ലാവരും അങ്ങനെ വിളിച്ചാ മതി. ഹായ് ലോലു. ലോലു ജോപ്പന്റെ അടുത്ത് പോയിരുന്നോടോ. ഒരു ബെഞ്ചിൽ 2 പുലികളോ? ഹായ് ബ്രോ, വെൽക്കം. താങ്ക്സ്. നന്നായി പരിശ്രമിച്ചാൽ എന്നെപ്പോലെ സ്മാർട്ട് ആവാം. കുട്ടികളെ, നമ്മൾ ഫിസിക്സ്, ഭൗമിക ശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കാം. ജോപ്പ, എന്താണ് ജോപ്പ ഉത്തോലകം? ടീച്ചർ ടീച്ചർ എന്താണ് ജോപ്പ ഉത്തോലകം? പറയൂ ജോപ്പ. അത് പിന്നെ ഇത് ലോലു, ജോപ്പിനൊന്ന് സഹായിക്കുവോ? ശരി ടീച്ചർ. ഉത്തോലകം ഒരു കഠിനമായ പ്രവൃത്തി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഉപകരണം. കറക്റ്റ്. കാഞ്ഞ ബുദ്ധി. ജോണി, ആടലോടകത്തിന്റെ ഉപയോഗം ജോപ്പനെന്ന് പറഞ്ഞു കൊടുക്ക്. ആടലോടകം ചുമ്മാ കുനുകുനാൻ നരിഞ്ഞ് കോഴിമുട്ട കൂട്ടിക്കളിച്ചാൽ ചുമ മാറും. കറക്റ്റ്. കാഞ്ഞ ബുദ്ധി. ജോപ്പ, സ്വസ്തി. ലോലു ബ്രോ, ഇത് എന്തൊരു പോക്കാ? പതുക്കെ ഒരുമിച്ച് പോവാ. എന്റെ ഒപ്പം നടന്ന നല്ല വിവരം കിട്ടും. അതെ, നല്ല വിവരം കിട്ടും. ഉത്തോലകം കൊണ്ട് എങ്ങനെ ചമ്മന്തി അരയ്ക്കാം, കാപ്പി ഉണ്ടാക്കാം. ഇതാ ഇവിടെ കുത്ത്. ലോലു, ഇത്ര വേഗത്തിൽ പോയിട്ട് എന്താ കാര്യം? ഒരുപാട് പണിയുണ്ട്. എന്റെ വീട് വളരെ പാവപ്പെട്ടതാ. അതിനിടയിലാ ഞാൻ പഠിക്കാൻ വരുന്നത്. ലോലു, നിന്റെ വീട് എവിടാ? താഴെ ഗ്രാമത്തിൽ. ഒരു ദിവസം നിങ്ങൾ വാ, ഞാൻ വേഗം പോട്ടെ. ശരി ബ്രോ, പിന്നെ കാണാം. ഓക്കെ ബ്രോസ്. ശനിയാഴ്ച നമുക്ക് ലോലുവിന്റെ വീട്ടിൽ പോണം. എന്റെ ബുദ്ധി അവനെ മനസ്സിലായതുകൊണ്ട് അവൻ എന്നോട് ഒരു ബഹുമാനം കലർന്ന ഒരിതുണ്ട്. ഓ, അത്
ഇത് ഒരുപാട് നടക്കാനുണ്ടല്ലോ. ഇത്ര ദൂരം നടന്നാണോ ലോലു സ്കൂളിൽ വരുന്നത്? നടത്തം മാത്രമല്ലെന്ന് തോന്നുന്നുണ്ട്. മറ്റെന്തോ കഷ്ടപ്പാട് അവന്റെ ജീവിതത്തിലുണ്ട്. പൊതുവെ ശാന്ത പ്രകൃതം, എപ്പോഴും ഹാപ്പി. ചേട്ടായി, ഈ പ്രദേശത്തിൽ ലോലു എന്നൊരു കുട്ടിയുണ്ടോ ഇവിടെ? കുട്ടികളെ, ഈ പ്രദേശത്ത് അങ്ങനെ ഒരൊറ്റ ലോലുവേ ഉള്ളൂ. ഇത് കോഴിമുട്ട വിൽക്കുന്ന ലോലുവാണ്. അവന്റെ വീട് ഇതാ ആ വളവ് കഴിഞ്ഞ അല്പം ഉള്ളിലോട്ടാണ്. ഞങ്ങൾ അവന്റെ കൂട്ടുകാരാ. അയ്യോ, ലോലു മിടുക്കനാ. വളരെ കഷ്ടപ്പെട്ട അവൻ കുടുംബം നോക്കുന്നത്. എന്നാൽ ഞങ്ങൾ പോട്ടെ ചേട്ടായി, വളരെ ഉപകാരം. എന്റെ വീട്ടിലും കോഴികൾ മുട്ടയിടുന്നുണ്ട്, ബട്ട് ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല. അതെന്നാ? ഒറ്റ കാരണം അറിഞ്ഞൂടെ? ജോപ്പൻ എന്നൊരു പ്രത്യേക ജീവി. അത് മുട്ട പൊരിച്ച് ഉത്തോലകത്തിന്റെ ഇല ചേർത്ത് കഴിക്കും. പിന്നെ എങ്ങനെ വിൽക്കാനാ? ഹോ, കൊല്ല് എന്നെ. അമ്മ, എന്റെ സ്കൂളിലെ കൂട്ടുകാർ വരുന്നു. ഞാൻ കുറച്ച് തപ്പി. അത് പ്രശ്നമല്ല, ഞാൻ പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടാൻ എത്രയോ തപ്പിയിരിക്കുന്നു. അമ്മേ, ഞങ്ങള് ലോലുവിന്റെ കൂട്ടുകാരാ. അവൻ പറഞ്ഞിരുന്നു മക്കളെ, വാ കയറിയിരിക്ക്. ഇത് ജോണി, അനുജത്തി ജോമിയ, ഇത് ജോപ്പൻ. ഒടുക്കത്തെ ബുദ്ധിയാ. അങ്ങനെ പറയരുത്, കുരുള് കോരുന്നു. കുളിര്. അതെ, ആ സാധനം. നിങ്ങളിരി, ഞാൻ അല്പം കാപ്പിയിടാം. വേണ്ടമ്മ, ഞാൻ ഇട്ടോളാം. വാ, നമുക്കിവിടെ ചുറ്റിക്കാണാം. അവിടം കാടാണ്. പുഴയുടെ അക്കരെ കാട്ടിൽ നമുക്ക് കുറേ കൂട്ടുകാരുണ്ട്. അവരെ നിന്നെ പരിചയപ്പെടുത്താം. ഈ പണിയെല്ലാം ലോലു ആണോ ചെയ്യുന്നത്? അതെ, വേറാരും ഇല്ല. അമ്മയ്ക്ക് സുഖമില്ല, വാദോ. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ആകെ വരുമാനം ഈ കോഴിയും പശുവാ. പക്ഷെ ലോലുവിന് എന്തൊരു സന്തോഷവാ. ആട് മാത്രമേ ഉള്ളൂ, അതെന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി. ജോപ്പൻ ആടിന്റെ ജീവിതവും കോണാട്ടാക്കി. ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളിലൊരു കഷ്ടപ്പാടുണ്ടാവും. അമ്മേ, ഈ ലോലുവിന്റെ ജീവിതം ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. പാവം, ഈ കുട്ടിക്കാലത്ത് അവന്റെ തോളിൽ വലിയ ജീവിതഭാരം വന്നു വീണു. അവന്റെ ജീവിതം അതിരാവിലെ 4 മണിക്ക് ആരംഭിക്കും. തൊഴുത്ത് വൃത്തിയാക്കി പാല് കറന്ന് പാലും കോഴിമുട്ടയുമായി കടയിൽ പോയി തിരിച്ചു വന്ന് എന്തെങ്കിലും അല്പം കഴിച്ചിട്ടാ അവന് സ്കൂളിലെത്തുന്നത്. എന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. 7 മണിക്ക് അമ്മ വിളിച്ചാലും എണീക്കില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളല്ലേ ദൈവം കൊടുക്കുന്നത്. എല്ലാം ചെയ്യാം, പക്ഷെ രാവിലെ സൈക്കിളും ചവിട്ടി പോകുമ്പോൾ ആ കാടിനടുത്തൊരു ആനയുണ്ട്. എന്നെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും. എന്റെ അമ്മേ, പൊടിക്കളം ഒന്നും ചെയ്യില്ല. നമ്മുടെ കൂട്ടാ. ഇന്ന് തന്നെ നമുക്ക് പരിചയപ്പെടാം. പൊടിക്കളം, മിക്കു, റിങ്കു, അങ്ങനെ പലരുമുണ്ട്. ഏതായാലും ഈ ദിവസം മറക്കാനാവില്ല. നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് പ്രചോദനമാ. അധ്വാനിച്ച് പഠിക്കുക, ജീവിക്കുക. ലോലു ഞങ്ങൾക്ക് ജീവിക്കുന്ന പാഠപുസ്തകമാ. അമ്മ, ഇന്ന് രാവിലത്തെ പണി കഴിഞ്ഞില്ലേ? ലോലുവിനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ചിലരെ പരിചയപ്പെടുത്തിയിട്ട് വരാം. അതെ, പിന്നെ ലോലുവിനെ പേടിക്കാതെ പോകാം. ശരി മക്കളെ, പോയി വാ. ഈ മഞ്ഞ് കാരണം എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല. താങ്കളുടെ നിറം കറുപ്പും കൂടിയല്ലേ? വർണ്ണവിവേചനമായിരുന്നു. ഓ, തന്റെ ഒരു വെളുപ്പ്. അത് പോട്ടെ. സ്കൂൾ തുറന്നതിൽ പിന്നെ നമ്മുടെ പിള്ളേരെങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അവരില്ലാഞ്ഞിട്ടൊരു രസമില്ല. ഇന്ന് വരും. ശനിയാഴ്ചയാണല്ലോ. പറഞ്ഞു തീർന്നില്ല. അവരെത്തിയല്ലോ. വാ ലോലു, ഇതാ നമ്മുടെ പൊടിക്കളമങ്കിള്. ആള് തടിയനാണെങ്കിലും പാവമാ, അല്ലേ മിക്കുമാമ? മോൻ വാ. അതെ, നമ്മൾ ഒറ്റ കെട്ടാ. വാ കുട്ടാ, വാ. ആ കല്ലിന്റെ മുകളിലേക്ക് കയറി നിൽക്ക്. ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ നിനക്ക് എന്റെ ബിഗ് സല്യൂട്ട്. അത് കലക്കി. പക്ഷെ എന്താ അതിന് കാരണം?
ഇവനെ ആദ്യം കാണുകയല്ലേ. എല്ലാ ദിവസവും രാവിലെ ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്ന സമയത്ത് ഈ മിടുക്കനെ കാണാറുണ്ട്. ഹായ് അങ്കിൾ, ഞാൻ ലോലു. ആ, പേര് മാത്രം മതി, ബാക്കിയൊക്കെ ഞങ്ങൾക്കറിയാം. ഓ, അപ്പൊ പൊടിക്കളം എല്ലാ ദിവസവും ലോല മുട്ടയുമായി പോകുന്നത് കാണാറുണ്ടല്ലേ? അധ്വാനിച്ച് ജീവിക്കുന്ന ഈ കുട്ടിയെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്നെ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ? നിന്റെ ഈ രൂപം കണ്ട ആർക്കും ഒന്നും നോക്കാതിരിക്കാൻ തോന്നുക. ഓ, എന്തൊരു ഗാംഭീര്യം. കളിയാക്കണ്ട, നോക്കിക്കോ. ആ, ഈ ലോല് നമ്മുടെ സൗഹൃദത്തിന് മുതൽക്കൂട്ട. അധ്വാനം, അതാണ് ഇവന്റെ മൂല്യം. തീർച്ചയായും ലോലുവിന്റെ മാതൃക ഞങ്ങൾ അനുകരിക്കും. കൂട്ടുകാരെ, ഈ പുതിയ അധ്യയന വർഷത്തിൽ നമുക്ക് നന്നായി അധ്വാനിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം. നേരത്തെ ഉണർന്ന് പഠിച്ച് മാതാപിതാക്കളെ കഴിയുന്ന രീതിയിൽ സഹായിച്ച്. മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിക്കാത്ത മാതാപിതാക്കളല്ലേ എല്ലാം സമൃദ്ധമായിട്ട് അങ്ങ് നൽകും. അധ്വാനത്തിന്റെ വില എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളവർ, അധ്വാനത്തിന്റെ വില അറിയാത്തവർ നിലനിൽക്കില്ല. മാതാപിതാക്കൾ മക്കളെ അതിജീവനത്തിന്റെ മന്ത്രം പഠിപ്പിക്കണം. അതെന്തോ നടേ ആ മന്ത്രം? കഠിനാധ്വാനം, കഷ്ടപ്പാട്, വേദന, അതിനുശേഷമുള്ള സംതൃപ്തി. അതെവിടെ കിട്ടും? സ്കൂളിൽ, വീട്ടിൽ, കൃഷിയിടത്തിൽ, ഈ ഭൂമിയിൽ എവിടെയും കിട്ടും. ഇതാണ് ഈ പഠനവർഷത്തെ പാഠം. ദേ മഴയെത്തി. എന്നാ നിങ്ങൾ ഓടിക്കോ. ഹാപ്പി സ്കൂൾ ഹാപ്പി ഡേയ്സ്. സ്കൂൾ ഡേ.